വ്യത്യസ്ത തരം സൈക്കോകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. ഇത്തരം സൈക്കോകളെയൊക്കെ ചിലപ്പോഴും പലപ്പോഴും പലതിൻ്റെ ആനുകൂല്യവും നൽകി പലതവണ ഇളവുകളും അല്ലെങ്കിൽ ശിക്ഷാവിധിയുമൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും സാമൂഹ്യദ്രോഹികളും ധാരാളം കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന കൊടും കുറ്റവാളികളുമാകാറുണ്ട്. അങ്ങനെ കൊടും കുറ്റവാളികളാകാൻ സാഹചര്യം നൽകാതെ ഒരമ്മ ഇന്നൊരു ധീരത കാണിച്ചു. കർണാടകയിലെ ചിക്കൊടി എന്ന് പറയുന്ന പ്രദേശത്താണ് മകളെ ബലാത്സംഗത്തിന് ശ്രമിച്ച അച്ഛനെ വകവരുത്തി അമ്മ ഹീറോയിനായത്. അനീതിയാണ്, ശരിയല്ലാത്തതാണ്, കൊലപാതകം തെറ്റാണ് എന്നൊക്കെ പറയുമ്പോഴും നിയമത്തിന് വിട്ടുകൊടുത്താൽ എന്തെല്ലാം തെളിവുകൾ, എന്തെല്ലാം രേഖകൾ, എന്തെല്ലാം കാര്യങ്ങൾ ഹാജരാക്കി വീണ്ടും വിധി വിലയ്ക്ക് വാങ്ങുന്നത് പോലെ അവൻ്റെ ക്രൂരത സഹിക്കേണ്ടി വരുന്നതിന് പോലും വിട്ടുകൊടുക്കാതെ ആ അമ്മ ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ അമ്മയ്ക്ക് എവിടെയും കയ്യടിയാണ്. ആ കയ്യടി ഈ നിയമപ്രക്രിയയിൽ മനുഷ്യർക്ക് നഷ്ടപ്പെടുന്ന വിശ്വാസത്തിൻ്റെ കയ്യടി കൂടിയാണ്. ഇന്ന് കർണാടകയിലെ ചിക്കൊടിയിൽ, കൃത്യമായി ആ സ്ഥലത്തിൻ്റെ പേര് ചിക്കൊടിയിലെ ഉമാറാണി എന്ന് പറയുന്ന സ്ഥലത്ത് ബുധനാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഭാര്യയുമായി എന്തോ വിഷയമുണ്ടായി, ഭാര്യയോട് ശാരീരിക ബന്ധം ആവശ്യപ്പെടുകയോ ഏതാണ്ടൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അവർ നിരാകരിച്ചു. അപ്പോൾ പ്രതി എന്ത് ചെയ്യാൻ ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് പകരം മകളുടെ നേരെ തിരിഞ്ഞ് ഇവൻ്റെ ഈ തോന്നിയാസം മകളോട് പ്രവർത്തിക്കാൻ തുനിഞ്ഞു. തുടർന്നാണ് യുവതി ഈ ഭർത്താവിനെ കൈകാര്യം ചെയ്തത്. കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊന്ന ശേഷം ശരീരം വെട്ടിനുറുക്കി സമീപത്തുള്ള പറമ്പിൽ കുഴിച്ചിട്ടു. ശരീരഭാഗങ്ങൾ ഒരു വീപ്പയിൽ ഉരുട്ടിയാണ് അവിടെ കുഴിച്ചിട്ടത്. പിന്നീട് വസ്ത്രങ്ങളും മറ്റുള്ളവയുമൊക്കെ കിണറ്റിലിട്ടു. ചോരപ്പാടുകൾ കഴുകി വൃത്തിയാക്കി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാക്കി. ഇത് മറ്റാരോടും പറയരുതെന്ന് മകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ നാട്ടുകാരിൽ ആരോ ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടുകൂടിയാണ് അവരെ ചോദ്യം ചെയ്തതും ഈ കൊലപാതകം സമ്മതിച്ചതും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്. പക്ഷേ തെറ്റാണെന്ന് പറയുമ്പോഴും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയിൽ ഒരുപക്ഷെ തൻ്റെ കൺമുന്നിൽ വെച്ച് താൻ നൊന്തുപെറ്റ മകളെ ഇതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ അവൻ ഒരു കൊടും ക്രിമിനൽ സൈക്കോ ആവണം, അല്ലെങ്കിൽ കൊടും ക്രിമിനൽ അഡിക്റ്റ് ആവണം. ഇത് രണ്ടുമാണെങ്കിൽ അവനെ അവശേഷിപ്പിക്കുന്നത് ഈ സമൂഹത്തിന് ദോഷവും മറ്റുള്ളവർക്ക് നാശവും അവർക്ക് തന്നെ വളരെ ഭീതിദായകമായ അന്തരീക്ഷവുമാണ്. യവനെപ്പോലൊരുത്തനോടൊപ്പം എങ്ങനെ ജീവിക്കാൻ കഴിയും? അവരാശ്വാസത്തിന് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്നിരിക്കട്ടെ, എന്തായിരിക്കും സ്ഥിതി? അല്ലെങ്കിൽ മറ്റേതിനെങ്കിലും സമീപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇതുപോലെയുള്ള പാവപ്പെട്ടവർക്ക് അതിനൊക്കെ ആക്സസ് ഉണ്ടാവുമോ? അപ്പോൾ ഒടുവിൽ അവർ അതങ്ങ് ചെയ്തു. ആ ചെയ്തതിനെ സാമൂഹ്യ മാധ്യമത്തിലുള്ളവർ കൈയടിക്കുകയാണ്. എന്തുകൊണ്ടാണ് കൈയടിക്കുന്നതെന്ന് ചോദിച്ചാൽ, കണ്ണിന് കണ്ണ് നേർക്ക് നേരെ വെട്ടിക്കൊല്ലുന്ന പ്രതിക്ക് പോലും എന്തെല്ലാം ഇളവുകൾ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം ചില തിരിച്ചടികൾക്ക് കയ്യടി കിട്ടിപ്പോകുന്നത് നമ്മുടെ ശിക്ഷാരീതിയുടെയും നിയമവ്യവസ്ഥയുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കണം. എനിക്കും തോന്നിയൊരിഷ്ടം അവരോട് കേട്ടോ, സത്യം.